ഹലോ, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. 2023നെയോ 2024 ഇയറിനെ പറ്റിയിട്ടല്ല കേട്ടോ ഞാൻ സംസാരിക്കണത്. ഞങ്ങൾ കാനഡയിൽ വന്നിട്ടുള്ള ഒരു പീരിയഡ്, ഒരു 1 ഇയർ എന്ന് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് 19 നമ്മൾ കാനഡയിൽ വന്നിട്ട് 5 വർഷമായിട്ടോ. 2019 ഓഗസ്റ്റ് 19 ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പം 5 വർഷമായി. ഞാനിങ്ങനെ ഒരു 4th ഇയർ റിവ്യൂ ചെയ്തിട്ട് പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനിപ്പോഴാണ് തിരിച്ചു വരുന്നത്. അന്ന് ഞാൻ വിക്ടോറിയ പോയിട്ട് 4 വർഷത്തെ എൻ്റെ കാനഡ ജീവിതത്തിനെ പറ്റി പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. 5ാമത്തെ വർഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് PR ആയി. നമ്മളിവിടെ വന്നത് PR കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ലക്ഷ്യത്തിലാണല്ലോ ആദ്യമേ വന്നത്. അപ്പം നമുക്ക് PR ആയി, ഞങ്ങൾക്കൊരു ബേബിയായി, ഞങ്ങളൊരു വീട് വാങ്ങിച്ചു, ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു. പിന്നെന്താണ്, പിന്നെ എന്തോ ഉണ്ടല്ലോ, എൻ്റെ ഉമ്മ ഇവിടെ വന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് മൈൽ സ്റ്റോൺസ് കവർ ചെയ്തൊരു ഇയർ ആയിരുന്നു ഈ 5th ഇയർ നമ്മളിവിടെ വന്നതിന് ശേഷം. നമ്മുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരുന്നു, ഇത്ര വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ നടന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ടച്ച് വുഡ്, അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇവിടെ വന്നതിൽ റിഗ്രറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇല്ല. നമുക്കറിയുന്ന പലരും, പിന്നെ ഒരുപാട് പേരും ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് ഞാൻ കണ്ടിരുന്നു. അവർ തിരിച്ചു പോകുന്നതിനെ പറ്റി, നാട്ടിൽ ഇവിടെ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരുപാട് ഇമിഗ്രൻസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി അറിയുന്നവരും പലരും ഉണ്ട്. അപ്പം അവർക്കത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എന്നോട് ഇപ്പോഴും ആരെങ്കിലും ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാൻ മാത്രമേ പറയുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ കപ്പാസിറ്റീനെ പറ്റിയും അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്ട്രീമിലുള്ള ജോലി, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് പാർട്ട് ടൈം ജോബ് ആണെങ്കിലും സർവൈവൽ ജോബ്സ് ഒക്കെയും അവൈലബിൾ ആയിരുന്നു. ഇപ്പം അതിൻ്റെ എല്ലാം ഒരു ലിമിറ്റഡ് ആണ് ആ റിസോഴ്സ്. അപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളൊരു സ്റ്റേജിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോഴും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഇങ്ങോട്ട് വരാനായിട്ട്. ഒരിക്കലും 12th കഴിഞ്ഞ കുട്ടികളോട് ഞാൻ വരാൻ പറയില്ല, ഏജ് ഓവർ ആയിട്ടുള്ളവരോട് വരാൻ പറയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് മോശമാണെങ്കിലും വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ അല്ലാത്ത പക്ഷം നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ വന്നൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സ്മാർട്ട് ഇനഫ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കാനഡ. പിന്നെ എപ്പോഴത്തെയും പോലെ നമ്മൾ ഈ പ്രതീക്ഷയുടെ അമിതഭാരം ഇറക്കി വെച്ച് വരിക എന്നുള്ളതുണ്ടല്ലോ. ഞങ്ങളിവിടെ വന്ന സമയത്ത് എല്ലാം ഉണ്ടായിട്ട് വന്നവരല്ല. വന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ജോബ് ചെയ്ത്, കാരണം ഒരു വർക്ക് പെർമിറ്റിലോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് PR കിട്ടി വരുന്ന പോലത്തെ ആളുകളുടെ ഒരു സിറ്റുവേഷൻ അല്ല. സ്റ്റുഡൻ്റായി വരുന്ന ഒരാൾ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അത്രയും ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പിന്നെയും എൻ്റെ കൂടെ ഒരാളുണ്ട്, ആളത് അവിടെ കിടപ്പുണ്ട്. ഞാൻ പല രീതിയിൽ വീഡിയോ വെച്ച് നോക്കിയിട്ടും ശരിയാവണില്ലേ. അപ്പോൾ അവസാനം ഈ മനുഷ്യനെ നീക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ലൈഫാണ്. അപ്പം അത് നമ്മൾ മനസ്സിൽ നേരത്തെ അറിഞ്ഞിട്ട് തന്നെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നമ്മൾ വരുന്നത്. വരുമ്പോഴേ എനിക്ക് ഏതെങ്കിലും ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആയിട്ട് എന്നെ എല്ലാവരും കൂടി അവരോഹണം ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ട് ആ ബേസിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊക്കെയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോലിയുടെ എൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാനത് വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങാനും ഞാൻ ഗതി പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ പറയും എനിക്ക് തലയ്ക്ക് വല്ല വട്ടുണ്ടോ, കാനഡയിൽ വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാലോ എന്ന് ഇരുന്നിട്ടാണ് ഞാൻ നിന്നിടാറുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിലും റെഗുലർ ആയിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ വന്നവരാണ് കുറേ പേരും അങ്ങനെ നാട്ടിൽ പോയി വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവാനായിട്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ഇവിടെ വരണോ വേണ്ടയോ എന്ന് ഡബിൾ മൈൻഡായി നിൽക്കുമ്പോൾ ഈ നെഗറ്റീവ്സ് മാത്രം കിട്ടാതെ ഇവിടെ വന്ന് കുഴപ്പമില്ല എന്നൊരു സമാധാനത്തിൽ ആരെങ്കിലും ഒക്കെ പറയണ്ടേ. അല്ലെങ്കിൽ സത്യസന്ധമായിട്ട്, ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് പറയണത്. എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും പറയും എല്ലാവരും വരാനായിട്ട്. പിന്നെ സ്റ്റുഡൻറ്റ് വിസയൊക്കെ ഇപ്പോൾ പ്രശ്നമാണെന്ന് പറയണ്ടെങ്കിലും നിങ്ങൾ ആലോചിക്കൂ, നമ്മളോട് എപ്പോഴും എല്ലാവരും ചോദിക്കാറില്ല സ്റ്റുഡൻറ്റ് ആൻഡ് സ്പൗസിൻ്റെ കാര്യമാണല്ലോ. അപ്പം ഇപ്പോഴും മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടുവരാനുള്ള വഴിയുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ നാട്ടിലെന്തായാലും 4 ഇയർ ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് മനസ്സിലാക്കുക. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടാനും നമ്മുടെ സ്പൗസിനെ കൂടെ കൊണ്ടുവരാനും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു മാസ്റ്റേഴ്സ് എടുത്ത് വന്നുകൂടാ. പൊതുവേ എല്ലാവരും പറയുന്ന ഒരു റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് മാസ്റ്റേഴ്സിന് ഫീസ് കൂടുതലാണെന്ന്. മാസ്റ്റേഴ്സിന് ഫീസ് കുറവാണ്.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ, ഈ അണ്ടർ ഗ്രാഡ് പ്രോഗ്രാംസിനാണ് ഫീസ് കൂടുതൽ, മാസ്റ്റേഴ്സിന് ഫീസ് വളരെ കുറവാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു കാര്യമല്ലേ, അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്താൽ പോരെ. അതുപോലെ തന്നെ എന്തേലുമൊക്കെ കോഴ്സ് എടുത്ത് ഇവിടെ വരുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ നല്ല പ്രോഗ്രാംസ് എടുത്ത് വരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു ക്യാപ്പ് വെച്ചത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ ഞാൻ പറയാൻ വരുന്നത് എന്താണ്, പറയാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയി, ഒരു ഫ്ലോ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയായാലും ഞാനിപ്പോൾ എൻ്റെ മെറ്റേണിറ്റി ലീവാണ്. ഇവിടെ നമുക്ക് 1 ഇയർ മെറ്റേണിറ്റി ലീവ് കിട്ടും. ഞങ്ങൾക്ക് 2 പേർക്കും ഓഫ് എടുക്കാം. നമ്മുടെ ബേബിയായിട്ട് ഇപ്പോൾ 1.5 മന്തായി. അപ്പോൾ ഞാൻ ആ വെക്കേഷനിലാണ് ആക്ച്വലി. പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ അൽത്തുവിന് ലീവ് ഇപ്പോൾ എടുക്കുന്നില്ല വെക്കേഷൻ. അൽത്തൊരു നമ്മൾ നാട്ടിൽ പോകാൻ നേരത്താണ് പാരൻ്റൽ ലീവ് എടുത്ത് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഇയർ നാട്ടിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ അപ്പം വെറുതെ ഇരിക്കല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയപ്പോൾ വെറുതെ ഫോൺ എടുത്ത് കയറി ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം കുറേ റൂൾസ് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും അതിനെ കവർ ചെയ്യാനുള്ള പോലെ മറ്റ് പല പ്രോഗ്രാംസും ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ പലർക്കും അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എന്തായാലും വെക്കേഷനാണല്ലോ, 1 വർഷം കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സമയം. ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് വർഷം കൂടിയിട്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ടേ ഇല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ റൂഫ് ടോപ്പിലായിരിക്കണേ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സറി മൊത്തം കാണാം കേട്ടോ. നമ്മളിവിടെ വന്നേ പിന്നെ നമ്മൾ മറ്റ് പ്രഗ്നൻസിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നുകൊണ്ട് സത്യത്തിൽ ഈ വീടൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇവിടെയൊക്കെ വന്ന് ഇരിക്കുന്നത്, അതിനുള്ളൊരു സമയം കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞ റൂഫ് ടോപ്പ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാം. ഇവിടെ മൊത്തം ഇങ്ങനെ ബിൽഡിങ്സാണ്. സറി സെൻട്രലാണ് നമ്മൾ ഉള്ളത്. സറി സെൻട്രൽ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബിസി ആയിട്ടുള്ളൊരു സ്പേസാണ്. നിങ്ങൾ എവിടെ നമ്മുടെ KPU ഇതാ ആ കാണുന്നതാണ് KPUവിൻ്റെ ഒരു ക്യാമ്പസാണത്. പിന്നെ നമ്മുടെ സറി ലൈബ്രറി, സ്കൈ ട്രെയിൻ അവിടെ പോകുന്നുണ്ട്. അവിടെ ഉള്ളതാ സ്കൈ ട്രെയിൻ എവിടെ പോണത്, സ്കൈ ട്രെയിൻ പോകുന്നത് അവിടെ കാണുന്ന അവിടെ ഉള്ളതാണ് പോർട്ട്മൻ ബ്രിഡ്ജാണത്. പോർട്ട്മൻ ബ്രിഡ്ജ് നമ്മുടെ സറിയെ മറ്റു പല സിറ്റീസുമായിട്ട് കണക്ട് ചെയ്യും. ഇതാണ് അൽത്തു. നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ കാണുന്നതാണ് ന്യൂ വെസ്റ്റ്മിൻസ്റ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നത് ബേണബി. അങ്ങനെ 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 നല്ല വ്യൂ അവിടെ നിന്ന്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ ചാനൽ ഡെഡായിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാം കേട്ടോ. ബൈ.